കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച 49 പേരിൽ 24 മലയാളികളെന്ന് സ്ഥിരീകരിച്ച് നോർക്ക. 22 മലയാളികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ആശുപത്രിയിൽ സന്ദർശനം നടത്തി. ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ വിമാനം തയ്യാറാക്കാൻ നിർദ്ദേശിച്ച് കുവൈറ്റ് ആഭ്യന്തരമന്ത്രി ഭഗത് യൂസഫ്. അതേസമയം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്ന് കമ്പനി അറിയിച്ചു. വിവരങ്ങളുമായി ജമാൽ ചേരുന്നു. ജമാൽ, എത്ര പേരുടെ നില ഗുരുതരമാണ്? മരിച്ചവരുടെ കണക്കുകൾ എങ്ങനെയാണ്? എത്ര പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്? വിശദാംശങ്ങൾ. ഷമ്മി, മലയാളി സമൂഹത്തിന് ആകെ വേദനയായി മാറിയ കുവൈത്തിലെ തീപിടുത്തത്തിൽ 24 മലയാളികൾ ഉൾപ്പെടെ 46 ഇന്ത്യക്കാരാണ് മരിച്ചത്. ഇതിനു പുറമെ 3 ഫിലിപ്പൈൻസ് സ്വദേശികളും അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. ഇതിൽ 20 മലയാളികളുടെ മുഴുവൻ പേര് വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട്. നേരത്തെ നമ്മൾ നൽകിയ വിവരങ്ങളാണ് ഇതൊക്കെ തന്നെയും. ഇനി ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. ഇത് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഈ നടപടികളൊക്കെ തന്നെയും പുരോഗമിക്കുന്നത്. കുവൈത്ത് ആഭ്യന്തരമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായ ഫഹദ് യൂസഫ് തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ നടപടികൾക്ക് നേതൃത്വം നൽകുന്നു. ഒപ്പം ഇന്ത്യയിൽ നിന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി സിംഗും എത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി വരുന്നു. മിക്കവാറും ഇന്ന് രാത്രിയോടുകൂടി അല്ലെങ്കിൽ നാളെ പുലർച്ചയോടുകൂടി തന്നെ ഈ മൃതദേഹങ്ങൾ കുവൈത്തിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള തരത്തിലുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. നേരത്തെ കുവൈത്ത് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യം, ഇന്ത്യയിലേക്ക് ഈ മൃതദേഹങ്ങൾ കൊണ്ടുപോകാനുള്ള വിമാനം തയ്യാറാക്കി നിർത്തണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ത്യയുടെ എയർഫോഴ്സ് വിമാനം കുവൈത്തിലേക്ക് പറക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ഡൽഹിയിലെ എയർബേസിൽ ഈ വിമാനം തയ്യാറായി നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ എയർഫോഴ്സിന്റെ വിമാനത്തിലായിരിക്കും ഈ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നത്. 46 പേരുടെയും മൃതദേഹങ്ങൾ കൊണ്ടുവരും എന്നാണ് മനസ്സിലാകുന്നത്. ഈ അപകടത്തിൽ മലയാളികളെ കൂടാതെ 5 തമിഴ്നാട്ടുകാർ മരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഉത്തരേന്ത്യക്കാരാണ്. ഇനി കുറച്ചു പേരെ കൂടി തിരിച്ചറിയാനുണ്ട്. ഈ തിരിച്ചറിയാനുള്ള ആളുകളിൽ മലയാളികൾ ഉണ്ടോ എന്നതാണ് മലയാളി സമൂഹത്തെ പൊതുവിൽ ആശങ്കയിലാക്കുന്നത്. ജമാൽ, പരിക്കേറ്റ അല്ലെങ്കിൽ പൊള്ളലേറ്റ ആൾക്കാരുടെ സാഹചര്യം എങ്ങനെയാണ്? അത് അവരെ സംബന്ധിച്ചുള്ള പൊള്ളലേറ്റ് ഗുരുതരമായി കഴിയുന്ന 12 പേരാണ് ആശുപത്രിയിൽ കഴിയുന്നത്. ആകെ 27 പേർ ആശുപത്രികളിൽ കഴിയുന്നു. ഇതിൽ 12 പേരുടെ നില ഗുരുതരമാണ്. ഇതിൽ ചില മലയാളികളുമുണ്ട്. ഇവരുടെ പേരുവിവരങ്ങൾ തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ചില മലയാളികൾ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. അവർ ഏതാണ്ട് അപകടനില തരണം ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇനി കൂടുതൽ മലയാളികളുടെ പേരുകൾ നമ്മുടെ ഇത്തരം ലിസ്റ്റുകളിൽ വരാതിരിക്കട്ടെ എന്ന് തന്നെയാണ് മലയാളി സമൂഹം പൊതുവിൽ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ നൽകുക, ഒപ്പം മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരിക എന്ന ഈ 2 നടപടികളാണ് ഇനി പുരോഗമിക്കാനുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ വിപുലമായ സന്നാഹങ്ങൾ ഇതിനു വേണ്ടിയൊക്കെ തന്നെ ഒരുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് രാത്രിയോടുകൂടി കുവൈത്തിൽ എത്തും. സംസ്ഥാന സർക്കാരിന്റെ നോർക്ക വഴി വിപുലമായ ഹെൽപ്പ് ഡെസ്ക് ഈ ആളുകൾക്ക്, പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ആളുകൾക്ക് സഹായം നൽകുന്നതിനും അവരുടെ ബന്ധുക്കൾക്ക് കൃത്യമായ വിവരങ്ങൾ നൽകുന്നതിനും അവരെ ആശ്വസിപ്പിക്കുന്നതിനും ഒക്കെ വിപുലമായ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുള്ള ഊർജിതമായ ശ്രമങ്ങളും കുവൈത്തിലെ ഇന്ത്യൻ എംബസിയും ആവുന്നതൊക്കെ തന്നെയും ഈ വിഷയത്തിൽ ചെയ്യുന്നുണ്ട്. കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയമാണെങ്കിൽ ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായതിനു ശേഷം വളരെ ഊർജിതമായി തന്നെയാണ് പ്രവർത്തിച്ചത്. രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ടെത്തുകയും ഇപ്പോഴും ഈ കാര്യങ്ങൾക്കൊക്കെ ഏകോപനം നടത്തുന്നതും അദ്ദേഹമാണ്. മാത്രവുമല്ല, ഈ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കണമെന്ന് അധികൃതർ കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ കെട്ടിടത്തിന്റെ ഉടമയെ, സ്വദേശി പൗരനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കാവൽക്കാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സമാനമായ രീതിയിൽ ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഏതെങ്കിലും കെട്ടിടങ്ങളിൽ അത്തരത്തിലുള്ള പ്രവൃത്തികളിൽ സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ അതിനെതിരെ കർശനമായ നടപടി എടുക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഷമ്മി, ജമാൽ, ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിന് ബുദ്ധിമുട്ടുള്ള സാഹചര്യമുണ്ടോ? പൂർണ്ണമായും കരിഞ്ഞു പോകുന്ന അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് തിരിച്ചറിയുന്നതിന് നേരത്തെ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് കരുതിയിരുന്നത്. കാരണം
കേന്ദ്ര സർക്കാർ DNA നടത്തണം എന്ന ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഈ കെട്ടിടത്തിലുണ്ടായിരുന്ന 195 പേരാണ് ഈ കെട്ടിടത്തിൽ താമസിക്കുന്നത്. മംഗപ്പിലെ ഈ 6 നില കെട്ടിടത്തിൽ താമസിക്കുന്നത്. എല്ലാവരും NBTC കമ്പനിയുടെ ജീവനക്കാരാണ്. ആ ജീവനക്കാരെ സംബന്ധിച്ച കൃത്യമായ പേര് വിവരങ്ങൾ ഉണ്ട്. ഈ 195 പേരുടെയും പേര് വിവരങ്ങളുണ്ട്. ഈ സമയത്ത് അപകടം നടക്കുന്ന സമയത്ത് 176ഓളം പേരാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. പുലർച്ചെ 4 മണിക്ക്. ബാക്കി 19ഓളം പേർ ഡ്യൂട്ടിയിലായിരുന്നു. ഇവരുടെയൊക്കെ പേര് വിവരങ്ങൾ കൃത്യമായുണ്ട്. ഇതിൽ രക്ഷപ്പെട്ടവരും ആശുപത്രിയിൽ കഴിയുന്ന ആളുകളെ ഒക്കെ തന്നെ പ്രത്യേകം പേരുകൾ നോട്ട് ചെയ്ത് ഏതെങ്കിലും ആളുകൾ മിസ്സായിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ ആളുകളാണെന്ന് കണ്ടെത്താനുള്ള ശ്രമം ആ തരത്തിൽ നടക്കുന്നുണ്ട്. HR ഡിപ്പാർട്ട്മെന്റ് നൽകിയ ലിസ്റ്റ് പ്രകാരം ആരെങ്കിലും ആശുപത്രിയിൽ കഴിയുന്നുണ്ടോ എന്നത് സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നടപടികൾ ഊർജിതമായി അല്ലെങ്കിൽ കുറെ കൂടി എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും എന്നാണ് കരുതുന്നത്. ഏതാണ്ട് ആ തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നടപടികൾ ഒക്കെ തന്നെയും പുരോഗമിക്കുന്നത്. ജമാലാണ് കുവൈറ്റ് ദുരന്തത്തിൻ്റെ വിശദാംശങ്ങൾ നൽകിയത്.